ഹായ്, നമസ്കാരം. ഞാൻ പ്രവീണ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനത്തിന് ഒരുപാട് താങ്ക്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ വിമർശനങ്ങളോ എന്തു തന്നെ ആയാലും അത് കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ ആഗ്രഹമുണ്ട് കേട്ടോ. എന്നാലാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നു തോന്നിയാൽ ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോഴാണ് ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ മനോഹരമായിട്ടുള്ള, എന്നാൽ അധികം കെയറൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാവുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതിനെ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് വണ്ടറിങ് ജൂ എന്ന പേരിലാണ്. ഇഞ്ച് പ്ലാന്റ് എന്നും ഇതിന് പേരുണ്ട്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ട്രഡസ്കാൻഡിയ സെബ്രീന എന്നാണ്. സാധാരണയായി ഈ സെബ്രീന വിഭാഗത്തിൽ 2-3 വെറൈറ്റിയാണുള്ളത്. അതിൽ ഇവൻ്റെ കയ്യിലുള്ള വെറൈറ്റിയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകൾ തന്നെയാണ്. ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ഇത് മുൻപ് ഞാൻ താഴത്തെ ചട്ടിയിൽ വച്ചിരുന്ന ഒരു പ്ലാന്റാണ്. അത് അവിടെ നിന്ന് വളർന്ന് മേപ്പോട്ട് ആ ചുമരിലേക്ക് പറ്റിപ്പിടിച്ച് കയറിപ്പോയ ഒരു പിക്ചറാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതിപ്പോൾ ഉള്ള ഹാങ്ങിങ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിനെ, ഈ ചെടിയെ എങ്ങനെ വേണമെങ്കിലും വളർത്താം. ഹാങ്ങിങ്ങിലും ഹാങ് ചെയ്തിടാം, സാധാരണ പോട്ടിൽ വളർത്താം, ഗ്രൗണ്ട് കവറായിട്ട് വളർത്താം, പിന്നെ ഇൻഡോറായിട്ടും നമുക്കിതിനെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത. ഇതിപ്പം താഴത്തൊരു ചട്ടിയിൽ ഇപ്പം നിലവിലുള്ളതാണ്. അത് അത്യാവശ്യം വലുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിന് ഏറ്റവും ഒരു പ്രത്യേകത പറയുന്നത് ഇത് നമുക്ക് വളരെ പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാനും പറ്റും. അധികം ശ്രദ്ധയൊന്നും ആവശ്യമില്ല, എന്നാൽ പെട്ടെന്നാണ് ഇതിൻ്റെ ഗ്രോത്തും. നമ്മൾ ഒരു ചെടി, ഒരു കമ്പ് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടാണ് ഇതിൻ്റെ ഗ്രോത്ത് കാണിക്കുന്നത്. അപ്പം അധികം കെയറൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾക്ക് ഗാർഡനിങ് ചെയ്യണവർക്കും ഇഷ്ടമുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ഭംഗിയാണ്, ഇതിൻ്റെ ഇലകൾക്കും ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഈ ചെടിയുടെ ഇത് പ്രത്യേകത കണ്ടോ? ഇതിൻ്റെ ഇലയുടെ മുകൾ ഭാഗം നല്ല ഭംഗിയിൽ ഒരു പെയിൻറ്റിങ് പോലെയാണത്. പർപ്പിൾ കളറ്, ഒരു സിൽവറോ ഗ്രേയോ പർപ്പിള് ഗ്രീന് എല്ലാ കോമ്പിനേഷനും വരുന്ന ഒരു ഇതാണ്. ബാക്ക് സൈഡ് കംപ്ലീറ്റ് പർപ്പിൾ കളറുമാണ്. ഇപ്പോൾ ഈ ഒരു പ്ലാന്റിൽ തന്നെ നമുക്ക് ഈ ഇലയുടെ മുകൾ ഭാഗം 2 കളറിൽ കാണാൻ പറ്റും. ചില ഇലകൾക്ക് നമ്മൾക്കൊരു ആഷ് സിൽവർ, പിന്നെ നടുവിലൂടെ ഒരു ലൈനും, എന്നാൽ ഇങ്ങോട്ട് പോരുന്തോറും അതിനൊരു പർപ്പിൾ ഷെയ്ഡും കൂടി കലർന്നിട്ടുള്ള രീതിയിലും കാണാൻ പറ്റും. ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട്. കംപ്ലീറ്റ് ടോപ്പ് പോർഷനിൽ ഒരു ഗ്രീൻ കളറ് നന്നായിട്ട് കൂടുതൽ കാണുന്നതും ബാക്ക് സൈഡ് പർപ്പിൾ കളർ തന്നെയായിട്ടുള്ളതും. ഇത് രണ്ടും ഭംഗിയാണ്. എനിക്ക് കുറച്ചും കൂടിയും കൂടുതൽ ഇഷ്ടം ഇപ്പോൾ ഈ കാണുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ടതാണ്. ഒരു സീബ്ര ലൈൻ പോലെയൊക്കെ തോന്നുന്ന ഒരു ഇതാണ് അതിൻ്റെ ഒരു ഇലകൾക്ക്. അപ്പോൾ ഇത് വെയിലിൻ്റെ ആ ഒരു ഇതനുസരിച്ചിട്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ ഈ പിടിച്ചേണ ഇലയ്ക്ക് ഒരു ലൈറ്റ് ഗ്രീൻ അല്ലെങ്കിൽ ഒരു ആഷ് സിൽവർ അങ്ങനത്തെ ഒരു കളറും, ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിലേക്ക് ഒരു പിങ്ക് കളറ്, പിങ്ക് ഷെയ്ഡ്, അങ്ങനത്തെ ഒരു കോമ്പിനേഷനായിട്ടാണ് കൂടുതൽ തോന്നിയിട്ടുള്ളത്. ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി ഒരുപാട് വെള്ളം കെട്ടിക്കിടക്കുന്ന രീതിയിലായി കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ട് ചീഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുമാത്രമാണ് ഇത്തിരിയെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കി അങ്ങനെ നമുക്ക് ഒരുപാട് പ്രത്യേകിച്ചൊരു കെയറിങ്ങോ ഫെർട്ടിലൈസേഷൻ ആണെങ്കിലും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല വെച്ച് വളരായി ഇല്ല. പിന്നെ ഞാൻ എല്ലാ ചെടികൾക്കും കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചാണകപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ തണ്ടിൽ നിന്നും നമുക്ക് കാണാൻ പറ്റും ധാരാളം വേരുകൾ, ഓരോ ഭാഗത്തു നിന്നും വീണ്ടും വീണ്ടും വേരുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് അവിടെ നിന്ന് തണ്ടിൽ നിന്ന് ഒടിച്ച് നമുക്ക് വേറെ ചട്ടികളിലേക്ക് കുത്തി കൊടുക്കാവുന്നേ ഉള്ളൂ.
അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഒരു പോട്ടിംഗ് മിക്സും എങ്ങനെയാണിത് പോട്ട് ചെയ്യുന്നതെന്ന് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പം എൻ്റെ കയ്യിലിപ്പോൾ ഒരു ഓർക്കിഡിൻ്റെ ഒരു ചെറിയ പോട്ട് ആണ് കയ്യിലുള്ളത്. അപ്പോൾ അതിൽ ഞാനൊരു നെറ്റ് ഗ്രീൻ കളർ നെറ്റ് ഇട്ടിട്ട് അതിലേക്ക് മണ്ണ് നിറയ്ക്കുകയാണ്. അതിലേക്ക് മണ്ണ് നിറച്ചതിന് ശേഷം നമ്മൾക്ക് ആ ഓരോ സൈഡിലെ ഹോളുകൾക്കും നമ്മൾക്ക് കത്തി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടൊരു ആ നെറ്റ് കീറി കൊടുത്തിട്ട് അതിൽ കൂടെ നമ്മൾക്ക് ഇതിൻ്റെ തണ്ടുകൾ കുത്തി കൊടുക്കാം. അങ്ങനെ ചുറ്റിനും നമ്മൾക്ക് നിറച്ച് കുത്തി കൊടുത്തതിന് ശേഷം ടോപ്പ് പോർഷനിലും നമ്മൾ മണ്ണ് നിറച്ചെടുത്ത് നമുക്കത് വീണ്ടും കുത്താം. അപ്പോൾ ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് ഇത് വളർന്ന് വരുമ്പം ശരിക്കും ഒരു റൗണ്ട് പോട്ടായിരുന്നെങ്കിൽ കുറേ കൂടി ഭംഗി കിട്ടും. ഇതും കുഴപ്പമുണ്ടാവില്ല. വളർന്ന് വരുമ്പം എല്ലാ സൈഡിൽ നിന്നും തിക്കായിട്ട് ചെടികൾ വന്ന് വളരുമ്പം ഒരു നല്ല തിക്കായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കണതാണ് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ചുറ്റിനും നമ്മൾ കുത്തി കൊടുത്തതിന് ശേഷം വീണ്ടും ടോപ്പ് ഭാഗത്തും നമ്മളിതിൻ്റെ ഇത് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞല്ലോ, വളരെ പോട്ടിംഗ് മിശ്രിതത്തിനൊന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഏത് രീതിയിലുള്ള പോട്ടിംഗ് മിശ്രിതവും ഇതിന് യോജിക്കും. ഞാൻ സാധാരണ എടുക്കുന്ന പോലെ മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി ഇത്രയും ചേർന്ന മിശ്രിതം തന്നെയാണ് ഇതിനെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളത് തിക്കായിട്ട് നന്നായിട്ട് കുത്തി കൊടുക്കുക. പിന്നെ ഇങ്ങനത്തെ പോട്ടായതുകൊണ്ട് തന്നെ വെള്ളം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. കാരണം അടിയിൽ ഹോൾസ് ഇല്ല. അപ്പോൾ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒത്തിരി സൈഡിൽ കൂടെ ഇതിലേയും പോകാനതിന് പകരം നമ്മൾ ഹാങ് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതൊക്കെയാണ് വാണ്ടറിഞ്ചുവിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ ഷെയർ ചെയ്തും കൊടുക്കുക. പിന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.